السلام عليكم ورحمة الله وبركاته أيها الأحبة مرحبا بكم أهلا وسهلا. നമ്മൾ ഇന്ന് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. വഹ്ദത്തു സാനിയ സെക്കൻഡ് യൂണിറ്റ്. എന്താണ് സെക്കൻഡ് യൂണിറ്റിന്റെ പേര്? ടെക്നോളജി അൽ ഗദി, നാളത്തെ ടെക്നോളജി. ടെക്നോളജി ഗദ് നാളെ. ഫസ്റ്റ് ചാപ്റ്റർ മിൻ അംസി ഇല യൗമി, ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക്. ഇന്നത്തെ ടെക്നോളജിയെ പരിചയപ്പെടുത്തുന്ന പിക്ചർ നമുക്ക് ആദ്യമായി തന്നിട്ടുണ്ട്. ചാപ്റ്ററിലേക്ക് പോകാം. മിനൽ അംസി ഇലൽ യൗമി, ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക്. അംസി ഇന്നലെ, അൽ യൗം ഇന്ന്, ടുഡേ. ഇസ്തൈഖല തമീമും മിനൻ നൗമി ബി റനീനിൽ ഹാത്തിഫ്, ഫോണിന്റെ റിങ് കേട്ട് തമീം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഇസ്തൈഖല എഴുന്നേറ്റു. ആരാണ്? തമീം. നൗമ് ഉറക്കം, റനീൻ റിങ്, ഹാത്തിഫ് ഫോൺ. മഅഹു സ്വദീഖുഹു രാജു, അവന്റെ ഒപ്പം അവന്റെ കൂട്ടുകാരനായ രാജു ഉണ്ട്. മഅഹു വിത്ത് ഹിം, അവന്റെ ഒപ്പം. സ്വദീഖുഹു സ്വദീഖ് ഫ്രണ്ട്, സ്വദീഖുഹു അവന്റെ ഫ്രണ്ട് രാജു. ഹുമ ദാരിസാനി ഫി മദ്രസത്തിൻ വാഹിദത്തിൻ, ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവർ രണ്ടുപേരും. ഹുമ അവർ രണ്ടുപേരും, ദാരിസാനി സ്റ്റുഡൻസ്, അവർ രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്. മദ്രസ സ്കൂൾ. ഫോണിന്റെ റിങ് കേട്ട് തമീം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ ഒപ്പം ഫോണിൽ അവന്റെ കൂട്ടുകാരനായ രാജു ആയിരുന്നു. അവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. രാജു: സ്വബാഹുൽ ഖൈർ അസീസി, ഗുഡ് മോർണിംഗ് മൈ ഡിയർ. തമീം: സ്വബാഹുൻ നൂർ ഹബീബി, ഗുഡ് മോർണിംഗ് മൈ ഡിയർ. രാജു: ഹൽ അൻത മഷ്ഊലുൻ അൽയൗം, ആർ യു ബിസി ടുഡേ? നീ ഇന്ന് ബിസി ആണോ? ഹൽ അൻത നീ ആണോ? മഷ്ഊലുൻ ബിസി, അൽയൗം ടുഡേ ഇന്ന്. നെക്സ്റ്റ് പേജ്. തമീം: ലാ ലസ്തു ബി മഷ്ഊലിൻ, ലാ നോ ലസ്തു ബി മഷ്ഊലിൻ, ഐ ആം നോട്ട് ബിസി, ഞാൻ ഇന്ന് ബിസി അല്ല. രാജു: ഹുനാക മഅരിദു ടെക്നോളജിയ, ഹല്ലാ നസുർ, അവിടെ ടെക്നോളജി പ്രദർശനമുണ്ട്, നമ്മൾ പോകുന്നില്ലേ? ഹുനാക് അവിടെയുണ്ട്, മഅറദ് എക്സിബിഷൻ പ്രദർശനം, ടെക്നോളജിയ ടെക്നോളജി. തമീം: طبعا of course أنا مهتم في المعارض العلمية, I am interested in science exhibition. أنا مهتم, I am interested. معارض العلمية science exhibition. രാജു: نخرج في الساعة 9 صباحا, നമുക്ക് രാവിലെ 9 മണിക്ക് പോകാം. നഖ്റുജു നമുക്ക് പോകാം. ഫിസ്സാഅത്തി 9 മണിക്ക്, സ്വബാഹൻ രാവിലെ. തമീം: മുവാഫിഖ് എഗ്രി. രാവിലെ രാജു തമീമിനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയും സയൻസ് എക്സിബിഷന് പോകുന്ന കാര്യത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. അഖദ രാജു തദ്കിറ വദഖല ഇലൽ മഅരിലി, രാജു ടിക്കറ്റ് എടുത്ത് എക്സിബിഷനിൽ പ്രവേശിച്ചു. അഖദ രാജു, രാജു എടുത്തു. തദ്കിറ ടിക്കറ്റ്. വദഖല അവർ രണ്ടുപേരും പ്രവേശിച്ചു. ഇലൽ മഅരിലി എക്സിബിഷനിൽ. തഅജ്ജബ തമീമുൻ, തമീം അത്ഭുതപ്പെട്ടു. വഖാല എന്നിട്ട് പറഞ്ഞു, അജീബ് അത്ഭുതം, മനാളിറുൻ റാഇയ അമേസിംഗ് വ്യൂ, ആകർഷകമായ കാഴ്ചകൾ. അപ്പോൾ അവർ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് എക്സിബിഷനിൽ കയറിയപ്പോൾ അത് എത്ര ആകർഷകമായ കാഴ്ചയാണെന്ന് പറയുകയാണ്. നെക്സ്റ്റ്. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അദവാത്ത് ടൂൾസ്. ഖദീമൻ കാന الناس يستعملون لحاجاتهم اليومية آلات يدوية بسيطة. ഖദീമൻ പുരാതന കാലത്ത്, കാന الناس يستعملون ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു, ലിഹാജാതിഹിമിൽ യൗമിയ അവരുടെ ഡെയിലി യൂസിന് വേണ്ടി, ആലാത്തിൻ യദവിയ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ, ബസ്വീത്ത ലളിതമായ,
പുരാതന കാലത്ത് ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ലളിതമായ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. സുനിയത് ബിൽ അഹ്ജാരി വൽ അഖ്ഷാബി വൽ ഹദീദ്. അവ നിർമ്മിച്ചിട്ടുള്ളത് ബിൽ അഹ്ജാർ കല്ലുകൾ കൊണ്ടും വൽ അഖ്ഷാബ് മരത്തിനാലും വൽ ഹദീദ് ഇരുമ്പിനാലുമാണ്. പുരാതന കാലത്ത് ജനങ്ങൾ അവരുടെ ഡെയിലി യൂസിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം കൈകൊണ്ടുള്ളവയായിരുന്നു. അവ ഇരുമ്പ് കൊണ്ടും മരത്തടി കൊണ്ടും കല്ലുകൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പേജ്. അൽ കഹ്റുബ ഇലക്ട്രിസിറ്റി, വൈദ്യുതി. ജാ അഹ്ദുൽ കഹ്റുബ ഇലക്ട്രിസിറ്റിയുടെ യുഗം വന്നു. ജാ വന്നു, അഹ്ദ് യുഗം, ഇറ, കഹ്റുബ ഇലക്ട്രിസിറ്റി. ബദൽ ആലമു യസ്തഖ്ദിമുൽ അദവാത്തിൽ കഹ്റുബാഇയ്യ. ലോകം ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ബദ ആരംഭിച്ചു, ആലം ലോകം, യസ്തഖ്ദിമു ഉപയോഗിക്കാനായി, അദവാത്തുൽ കഹ്റുബാഇയ്യ ഇലക്ട്രിക് ഉപകരണങ്ങൾ. ഫതഹ ഹാദൽ ഇഖ്തിറാഉ അബവാബൻ ജദീദതൻ ഇല തഖദ്ദും. ഈ കണ്ടുപിടുത്തം പുരോഗതിയുടെ പുതിയ വാതിലുകൾ തുറന്നു. ഫതഹ തുറന്നു, ഹാദൽ ഇഖ്തിറാ ഈ കണ്ടുപിടുത്തം, അബുവാബൻ ബാബുൻ ജംഅ അബുവാബ് ഡോർസ്, ജദീദ പുതിയ, തഖദ്ദും പുരോഗതി. ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി ജനങ്ങൾ ഇലക്ട്രിക് വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ലോകം പുരോഗതിയിലെത്തിച്ചേർന്നതാണ് ഇവിടെ പറയുന്നത്. അൽ ഹാസൂബ് കമ്പ്യൂട്ടർ. ളഹറ ഫി മുൻതസഫിൽ ഖർനിൽ 20. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ, മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ളഹറ പ്രത്യക്ഷപ്പെട്ടു, മുൻതസിഫ് പകുതിയിൽ, ഖർന് നൂറ്റാണ്ട്, 20 20-ാം. സഅദൽ ഹാസൂബുൽ ആലം അല തൈസീരിൽ അഅമാലിൽ യൗമിയ. ദൈനംദിന കാര്യങ്ങൾ എളുപ്പമാക്കാൻ കമ്പ്യൂട്ടർ ലോകത്തെ സഹായിച്ചു. സഅദ സഹായിച്ചു, അൽ ഹാസൂബ് കമ്പ്യൂട്ടർ, അൽ ആലം ലോകത്തെ, അല തൈസീരി എളുപ്പമാക്കാനായി, അഅമാലിൽ യൗമിയ ഡേ ടു ഡേ വർക്ക്സ് ദൈനംദിന ജോലികൾ. സ്വാറ ഹാദൽ ഇഖ്തിറാഉ മിൻ അഹമ്മിൽ ഇഖ്തിറാഅത്തി ഫി താരീഖിൽ ഇൻസാൻ. ഈ കണ്ടുപിടുത്തം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായി മാറി. സ്വാറ ഹാദൽ ഇഖ്തിറാ ഈ കണ്ടുപിടുത്തം ആയിത്തീർന്നു. മിൻ അഹമ്മിൽ ഇഖ്തിറാഅത്ത് അഹമ്മി ഇമ്പോർട്ടൻ്റ് ആയ, ഇഖ്തിറാഅത്ത് കണ്ടുപിടുത്തങ്ങളിൽ, ഫി താരീഖിൽ ഇൻസാൻ മനുഷ്യ ചരിത്രത്തിൽ നിന്ന്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കമ്പ്യൂട്ടർ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ദൈനംദിന കാര്യങ്ങൾ എളുപ്പമാകുകയും മനുഷ്യചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായി ഇത് മാറുകയും ചെയ്തു. അൽ ഇന്റർനെറ്റ് ഇന്റർനെറ്റ്. സുമ്മ ജാ അൽ ഇന്റർനെറ്റ് പിന്നീട് ഇന്റർനെറ്റ് വന്നു. സുമ്മ പിന്നീട്, ജാ വന്നു, അൽ ഇന്റർനെറ്റ് ഇന്റർനെറ്റ്. ഹുവ യുസാഇദു അലാ തബാദുലിൽ മഅലൂമാതി ഇലൽ അമാകീനിൽ ബഈദ. ദൂരസ്ഥലങ്ങളിലെ വിവരങ്ങൾ കൈമാറാൻ ഇത് സഹായിച്ചു. ഹുവ യുസാഇദു ഇത് സഹായിച്ചു, അലാ തബാദുൽ കൈമാറ്റം ചെയ്യാനായി, മഅലൂമാത്ത് ഇൻഫർമേഷൻസ് വിവരങ്ങൾ, ഇല അമാകീനിൽ ബഈദ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക്. ഇഖ്തദറ നാസു അല തവാസുലി ബിസ്സുർഅ ജനങ്ങൾക്ക് വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇത് സാധിച്ചു. ഇഖ്തദറ സാധിച്ചു, തവാസുൽ കമ്മ്യൂണിക്കേഷൻ, ബിസ്സുർഅ വേഗത്തിൽ. ഇന്റർനെറ്റ് വന്നതോടുകൂടി ദൂരസ്ഥലങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുകയും ആളുകൾക്ക് വേഗത്തിൽ ആശയവിനിമയം നടത്താൻ ഇത് സഹായിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, അൽ ഹാത്തിഫു ദക്കിയ സ്മാർട്ട് ഫോൺസ്. ലഹറ ഫിൽ ഖർനിൽ ഹാദി വൽ 20. 21-ാം നൂറ്റാണ്ടിൽ ഇത് പ്രത്യക്ഷപ്പെട്ടു. ലഹറ പ്രത്യക്ഷപ്പെട്ടു, ഫി ഖർനിൽ ഹാദി വൽ 20 21-ാം നൂറ്റാണ്ടിൽ. വ അസ്ബഹത്തിൽ ഹവാത്തിഫു ദക്കിയതു അജ്ഹിസതൻ മുംതാസ സ്മാർട്ട് ഫോൺ മികച്ച ഉപകരണം, ഡിവൈസായി മാറി. അസ്ബഹത്തിൽ ഹവാത്തിഫു ദക്കിയ സ്മാർട്ട് ഫോൺ ആയി തീർന്നു. അജ്ഹിദ ഡിവൈസ്, മുംതാസ എക്സലന്റ് ആയ മികച്ച ഉപകരണം.
യുംകിനു ഇത്തിസ്വാലു വതസറുഫാത്തു വതസ്ജീലു ബിലംസിൻ വാഹിദിൻ. ഒരൊറ്റ ടച്ചിലൂടെ രജിസ്ട്രേഷൻ, ട്രാൻസ്ലേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്നിവ സാധ്യമാകുന്നു. യുംകിനു സാധിക്കുന്നു, ഇത്തിസ്വാൽ കമ്മ്യൂണിക്കേഷന് കോണ്ടാക്ട് ചെയ്യാനായിട്ട്, വതസറുഫാത്ത് ട്രാൻസാക്ഷൻസ്, വതസ്ജീൽ രജിസ്ട്രേഷൻ, ബി ലംസിൻ വാഹിദിൻ ഒറ്റ ടച്ച് കൊണ്ട്. ലംസ് ടച്ച് സ്പർശനം. സ്മാർട്ട് ഫോണിന്റെ വരവോടുകൂടി രജിസ്ട്രേഷൻ, ട്രാൻസാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒറ്റ ടച്ചിലൂടെ സാധ്യമാവുകയാണ് ഉണ്ടായത്. അദ്ദക്കാഉൽ ഇസ്തിനാഇ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി. യജ്അലു അദ്ദക്കാഉൽ ഇസ്തിനാഇയുൽ അജ്ഹിസത്തൽ ഇലക്ട്രോണിയ ദക്കിയ കൃത്രിമ ബുദ്ധി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ സ്മാർട്ടാക്കുന്നു. യജ്അലു അദ്ദക്കാഉൽ ഇസ്തിനാഇ AI ആക്കുന്നു. അജ്ഹിസത്തിൽ ഇലക്ട്രോണിയ ഇലക്ട്രിക് ഡിവൈസസിനെ, ദക്കിയ സ്മാർട്ട്. യുസ്തഅമലു ഫിൽ അൽആബി വഫി മജാലി തർജിമ വതഅലീം ഗെയിംസ്, ട്രാൻസ്ലേഷൻ, എഡ്യൂക്കേഷൻ എന്നിവയിൽ ഇത് ഉപയോഗിക്കുന്നു. യുസ്തഅമലു ഇത് ഉപയോഗിക്കുന്നു, ഫി അൽആബ് ഗെയിംസിൽ, വഫി മജാലി തർജിമ ട്രാൻസ്ലേഷൻ മേഖലകളിൽ, മജാല് മേഖല, തർജിമ ട്രാൻസ്ലേഷൻ, വതഅലീം വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ. വയസ്തഖ്ദിമു الناسു നിയാബതൻ അനി الذكاء البشري മനുഷ്യബുദ്ധിക്ക് പകരമായി ആളുകൾ ഇത് ഉപയോഗിക്കുന്നു. വയസ്തഖ്ദിമുഹു ഇത് ഉപയോഗിക്കുന്നു, അന്നാസ് ജനങ്ങൾ, നിയാബത്തൻ പകരമായി, അനി ദക്കാഇൽ ബശരി മനുഷ്യ ബുദ്ധിക്ക്. AI ഉപകരണങ്ങളെ സ്മാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗെയിംസ്, തർജിമ, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്നു എന്നും അതുപോലെ തന്നെ മനുഷ്യബുദ്ധിക്ക് പകരമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നുമാണ് ഇവിടെ പറയുന്നത്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അയ്യു അദാത്തിൻ ഇസ്തഅമലഹന്നാസു ഫി ഖദീമി സമാൻ പുരാതന കാലത്ത് ആളുകൾ ഏത് ഉപകരണമാണ് ഉപയോഗിച്ചിരുന്നത്? ഐ അദാത്ത് ഏത് ഉപകരണമാണ്? ഇസ്തഅമലഹന്നാസു ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്, ഫി ഖദീമി സമാൻ പുരാതന കാലഘട്ടത്തിൽ. അദവാത്ത് ഉപകരണങ്ങളെ പറ്റി പറയുന്ന പാരഗ്രാഫിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാനന്നാസു യസ്തഅമിലൂന ലിഹാജാതിഹിമിൽ യൗമിയ ആലാത്തിൻ യദവിയ ബസീത പുരാതന കാലത്ത് ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ലളിതമായ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ബാക്കി കൂടി വേണമെങ്കിൽ നമുക്ക് എഴുതാം. സുനിഅത്ത് ബിൽ അഹ്ജാരി വൽ അഖ്ഷാബി വൽ ഹദീദ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അഹ്ജാർ കല്ലുകൾ കൊണ്ടും, അഖ്ഷാബ് മരത്തടികൾ കൊണ്ടും, വൽ ഹദീദ് ഇരുമ്പ് കൊണ്ടുമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാ ഫവാഇദുൽ ഇഖ്തിറാഇൽ കഹ്റുബാ വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തിന്റെ പ്രയോജനം എന്തെല്ലാം? ലാസ്റ്റ് പാരഗ്രാഫ് കഹ്റുബാ ഇലക്ട്രിസിറ്റി എന്ന പാഠഭാഗത്തിലെ ലാസ്റ്റ് പാരഗ്രാഫ് എഴുതാം. ഫതഹ ഹാദൽ ഇഖ്തിറാഉ അബ്വാബൻ ജദീദ ഇല തഖദ്ദും ഈ കണ്ടുപിടുത്തം പുരോഗതിയുടെ പുതിയ വാതിലുകൾ തുറന്നു. തേർഡ് ക്വസ്റ്റ്യൻ, കൈഫ അസ്സറ ഇഖ്തിറാഉൽ ഹാസുബി ഫി താരിഖിൽ ഇൻസാൻ കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം മനുഷ്യചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു? കൈഫ അസ്സറ എങ്ങനെ സ്വാധീനിച്ചു, ഇഖ്തിറാഉൽ ഹാസൂബ് കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം, ഫി താരിഖിൽ ഇൻസാൻ മനുഷ്യ ചരിത്രത്തിൽ. ഹാസൂബ് കമ്പ്യൂട്ടറിന്റെ ചാപ്റ്ററിൽ ലാസ്റ്റ് പാരഗ്രാഫ് സ്വറ ഹാദൽ ഇഖ്തിറാഉ മിൻ അഹ്മിൽ ഇഖ്തിറാഅത്തി ഫി താരിഖിൽ ഇൻസാൻ ഈ കണ്ടുപിടുത്തം മനുഷ്യ ചരിത്രത്തിലെ പ്രധാന കണ്ടുപിടുത്തമായി മാറി. ഫോർത്ത് ക്വസ്റ്റ്യൻ, കൈഫ സഅദൽ ഹാസൂബുൽ ഇൻസാൻ കമ്പ്യൂട്ടർ മനുഷ്യനെ എങ്ങനെ സഹായിച്ചു? കൈഫ എങ്ങനെ, സഅദ സഹായിച്ചു, അൽ ഹാസൂബ് കമ്പ്യൂട്ടർ, അൽ ഇൻസാൻ മനുഷ്യനെ. ഹാസൂബ് എന്ന പാരഗ്രാഫിലെ സെക്കൻഡ് സെന്റൻസ് നോക്കാം. സഅദൽ ഹാസൂബുൽ ആലം അലാ തൈസീരിൽ അഅമാലിൽ യൗമിയ ദൈനംദിന കാര്യങ്ങൾ, ഡേ ടു ഡേ വർക്ക്സ് എളുപ്പമാക്കാൻ കമ്പ്യൂട്ടർ ലോകത്തെ സഹായിച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മത്താ ലഹറത്തിൽ ഹവാത്തിഫു ദക്കിയ സ്മാർട്ട് ഫോണുകൾ എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? മത്ത എപ്പോൾ, ലഹറത്തിൽ ഹവാത്തിഫു ദക്കിയ
സ്മാർട്ട് ഫോണുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ പാരഗ്രാഫിൽ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ലഹറ ഫി കർണിൽ ഹാദി വൽ ഐശ്രീൻ, 21-ാം നൂറ്റാണ്ടിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫി ഐ മജാലിൻ യഅമലു ദകാഉൽ ഇസ്തിനാഇ, ഏത് മേഖലകളിലാണ് AI പ്രവർത്തിക്കുന്നത്? ഫി ഐ മജാലിൻ, ഏത് മേഖലകളിൽ യഅമലു ദകാഉൽ ഇസ്തിനാഇ, AI പ്രവർത്തിക്കുന്നു? AIയെ കുറിച്ച് പറയുന്ന പാരഗ്രാഫിലെ സെക്കൻഡ് സെന്റൻസ് നോക്കാം. യുസ്തഅമലു ഫി അൽആബി വഫി മജാലി തർജിമ വതഅലീം, ഗെയിംസ്, ട്രാൻസ്ലേഷൻ, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നു. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസറുകൾ നമുക്ക് തന്നെ പാരഗ്രാഫിൽ നിന്നും എടുത്തെഴുതാവുന്നതാണ്. നെക്സ്റ്റ് പേജ്. തന്നിരിക്കുന്ന ഉപകരണങ്ങളെ നമുക്ക് പരിചയപ്പെടാം. മിത്ഹനുൻ, ഉരൽ. ആലാത്തുൻ കാത്തിബാത്ത്, ടൈപ്പ് റൈറ്റർ. മിഹ്റാസുൻ, കലപ്പ, പ്ലോ. ലംബത്തുൻ, ബൾബ്. മിർവഹത്തുൻ, ഫാൻ. സല്ലാജത്തുൻ, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്. ലൗഹത്തുൽ മിഫ്താഹ്, കീബോർഡ്. ഫഅറത്തുൽ ഹാസൂബ്, മൗസ്. ഷാഷത്തുൽ ഹാസൂബ്, കമ്പ്യൂട്ടർ സ്ക്രീൻ, മോണിറ്റർ. മൗഖിഅ, വെബ്സൈറ്റ്. തത്ബീഖ്, ആപ്ലിക്കേഷൻ. ഇൻസാലത്തുൻ, റോബോട്ട്. ഈ പിക്ചറിലെ വേർഡ്സ് എല്ലാം നിങ്ങൾ എഴുതി കാണാതെ പഠിക്കുക. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സുകളിലായി പഠിക്കാം. ഇൻഷാ അല്ലാഹ്. മഅസ്സലാമ. ശുക്രൻ ലക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ.